യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്റെ പൊന്നമ്മേ, അവളെ വെറുതെ ഇട്ട് കരയിക്കാതെ. അവക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ പറയുന്നു. ഏട്ടാ, ചെയ്തോട്ടാ, ഇനി അത് വിട്ടേക്കേട്ടാ. നടക്കാനുള്ള നടന്നില്ലേ? പ്രകാശ് സാറിനോട് ഞാൻ പോയി സംസാരിക്കാം. ഞാനതല്ല മോളെ ആലോചിക്കുന്നത്. ആ നിരഞ്ജൻ എന്ന് പറയുന്ന റാസ്കലിനെ ആരാ നിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ വിട്ടതെന്ന് എനിക്കറിയണം. അതാരാണെന്ന് നിനക്ക് മനസ്സിലായെന്ന് അമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. പറ, ആരാ നിന്നോട് ആ ചതി ചെയ്തത്? അതാരാണെങ്കിലും നീ എന്നോട് പറ. ബാക്കി എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നമ്മുടെ കുടുംബത്തിന്റെ നാശം കാണാൻ വേണ്ടിയാ ഇങ്ങനൊരു നെറികെട്ട വേല നമ്മളോട് ചെയ്തത്. പറ മോളെ, ആരാ ഇതിന്റെ പിന്നില്? നീ എന്താ ആലോചിക്കുന്നത്? ആ നിരഞ്ജന്റെ കാര്യം ഹൗസ് ഓണർ പറഞ്ഞ നീ കേട്ടില്ലല്ലോ. അത് കേൾക്കണമായിരുന്നു. അയാളാണ് എല്ലാം നേരിട്ട് കണ്ട പോലെ പറയുന്നത്. അവൻ ആരാണെന്നും എന്തിനാണ് ഈ വേഷം കെട്ടിയതെന്നും നീ തന്നെ പോയി അയാളോട് പറ. നിരഞ്ജനെ കുറിച്ച് ഇനിയൊരു ചോദ്യം അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഒരു കാര്യം പറയാം, സത്യം പറഞ്ഞു. ഏത് റാസ്കലാ നിരഞ്ജന് നിന്റെ ഭർത്താവിന്റെ വേഷം ചാർത്തി കൊടുത്തത്? പറ. ഇനി ഒരാളും നമ്മളെ ഇതുപോലെ അധിക്ഷേപിക്കരുത്. ചെയ്തോട്ടാ, അങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തത് ആരാണെന്ന് ഒരു ചെറിയ സൂചനയെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അതിന് വ്യക്തമായ തെളിവില്ലാതെ എനിക്ക് പുറത്തു പറയാനാവില്ല. പറഞ്ഞ ഈ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടും തീരില്ല ചെയ്തോട്ടാ. അതുകൊണ്ടാ അമ്മയ്ക്ക് മാത്രം ഞാനൊരു സൂചന കൊടുത്തത്. ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണോ ഇതിന് പിന്നിലെന്ന് എനിക്ക് ബോധ്യമാവണം. അതിനുശേഷം മാത്രമേ എനിക്കിത് മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ. എന്നെപ്പോലെ ക്ഷമിക്കാനും കാത്തിരിക്കാനും ഒന്നും ആരും തയ്യാറാവില്ല അമ്മ. പ്രത്യേകിച്ചും സേതുവിന് അതിന് കഴിയില്ല. അതുകൊണ്ട് വ്യക്തമായ ഒരു വിവരം കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങളോടൊക്കെ പറയാം. ഭാവന, ഞാനത് ചോദിക്കാൻ മറന്നു. ഭാനു എന്തിനാ ആരോടും പറയാതെ നിന്നെ കാണാൻ വന്നത്? ആ പ്രകാശ് സാർ വന്നപ്പോ ഞാൻ ആ കാര്യം വിട്ടുപോയി. ഭാനുയോടെ വിളിക്കുമായേ? അതെ, അവള് ഫ്രഷ് ആവാൻ പോയി ചെയ്തേട്ടാ. എന്നാ നീ തന്നെ പറ, അവളെന്തിനാ ഞങ്ങളോടൊന്നും പറയാൻ നിന്നെ കാണാൻ വന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ലേ ഏട്ടാ. ആ എസ് ഇവിടെ വീണ്ടും വന്നപ്പോ അവള് വല്ലാതെ പേടിച്ചുപോയി. അങ്ങനെ എന്നെ വിളിച്ചപ്പോ ഞാൻ തന്നെ പറഞ്ഞത് ഹോസ്പിറ്റലിലോട്ട് വരാൻ. പക്ഷെ ആരോടും പറയാതെ അവള് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി ഇക്കാര്യം പറഞ്ഞ അവളെ വിഷമിപ്പിക്കേണ്ട ചെയ്തു കേട്ടാ. വിട്ടേക്ക്. എന്നാലും അവൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞങ്ങൾ എവിടേക്ക് അവളെ തിരക്കിയെന്നറിയോ? ഭരത് അവളെ തിരക്കി പോയിരിക്കുക. ഇനിയിപ്പോ അവളിങ്ങോട്ട് വന്നല്ലോ. ഭരത്തിനോട് ഞാൻ വിളിച്ച കാര്യം പറഞ്ഞോളാം. സേതുട്ട് സമാധാനം ഇരിക്കുക. ചെല്ലു സേതുട്ടാ. മയച്ചി, അതെ, സേതുവിന് നീ പറഞ്ഞത് അത്രയ്ക്ക് വിശ്വാസമൊന്നും ആയിട്ടില്ല. അമ്മ, എനിക്കും അങ്ങനെ തന്നെ തോന്നി. ഇനിയിപ്പോ എന്ത് ചെയ്യാനാവും? ഒരു കള്ളം മറിക്കാൻ 100 കള്ളങ്ങളമ്മ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇനി എത്ര നാളിങ്ങനെ പറയേണ്ടി വരുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. സേതുവിനോടും മായയോടും നമുക്ക് ഈ വിവരം പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഏത് വിവരം? ധ്രുവന്റെ കാര്യമോ? അതെ, എന്നായാലും അവനിതറിയും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് മറുപടി പറയും? തൽക്കാലം ഇപ്പൊ ഒന്നും ആരോടും പറയണ്ട അമ്മ. കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. സേതുവേട്ടാ, എനിക്കെന്തോ ഭാവനയുടെ സംസാരത്തിലൊരു സംശയമുണ്ട്. എന്ത് സംശയം? ഭാവനയും ഭാനുവും എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. ഭാവന അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് വെറുതെ തോന്നുന്നു. എന്തോ എനിക്കെപ്പോഴും സംശയമുണ്ട്. ധ്രുവന്റെ മിസ്സിംഗിൽ ഇൻസ്പെക്ടർക്ക് ചില സംശയങ്ങളുണ്ട്. അത് ചോദിക്കാനാ വന്നേ. ഇൻസ്പെക്ടർ വന്നതാണോ അതോ വരുത്തിയതാണോ? ആ, എല്ലാം ശരിയാവും. എന്താടാ ISI ആര് വിളിച്ചിട്ടാ വന്നേ? നിന്നെ അമ്മ വിളിച്ചിട്ടാ? അറിയില്ല സർ. അയാൾക്കിപ്പം ഭാവനയും ഭാനുവിനെയും കുറ്റവാളിയാക്കണം. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല സർ. ഇതൊക്കെ നിന്റെ അമ്മയുടെ ഏർപ്പാടാ. നിന്നെയും ഭാവനയും തമ്മിൽ അകറ്റാനുള്ള പുതിയ പരിപാടിയാ ജയ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത്. അമ്മയുടെ ഉദ്ദേശം മനസ്സിലിരിക്കത്തേ ഉള്ളൂ അച്ഛൻ. അച്ഛൻ നോക്കിക്കോ, മിക്കവാറും ISI എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കൂട്ടും. നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട. നമുക്ക് നോക്കാം എന്തായാലും നീക്കുമെന്ന്. എന്തായാലും അയാൾ കരുതുന്ന പോലെ ഭാവനയെ പെട്ടെന്നൊന്നും കള്ളക്കേസിൽ കൊടുക്കാൻ അയാൾക്കാവില്ല. അത്രയ്ക്ക് മണ്ടിയൊന്നുമല്ല ഭാവന. ഭാവനയ്ക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്നായിരിക്കും അയാളുടെ വിചാരം. ഇന്നത്തോടെ ആ വിചാരം എന്തായാലും മാറിക്കിട്ടും. ആദ്യം നിന്റെ അമ്മയെ വേണം നിലക്ക് നിർത്താൻ. പല്ലവിയുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നിനക്ക് വേണ്ടി അടുത്ത പെണ്ണിനെ തപ്പുമായിരിക്കിപ്പോ നിന്റെ അമ്മ. അവൾക്കിപ്പോ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഒരിക്കലും ഭാവന ഈ വീട്ടിലേക്ക് നിന്റെ ഭാര്യയായിട്ട് വരരുത്. അതൊക്കെ അമ്മയുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ അച്ഛൻ. അച്ഛൻ നോക്കിക്കോ, ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെയല്ല. എത്രയും വേഗം ഭാവനയെ കൊണ്ട് ഞാൻ വിവാഹത്തിന് സമ്മതിപ്പിക്കും. എന്നാലേ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ധ്രുവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായ പിന്നെ അടുത്ത ദിവസം തന്നെ നിന്റെ അമ്മ നിനക്ക് വേണ്ടി പെണ്ണ് നേടി ഇറങ്ങും. ഇപ്പൊ ശരിക്കും അവള് പെട്ടിരിക്കാം. അമ്മയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ തന്നെ ചില ബ്രോക്കർമാരെ അമ്മ വിളിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. വെറുതെ ഒരു പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ട് ഞാനൊന്നും ചോദിക്കാത്തത്. ചോദിച്ചിട്ട് ഒരു കാര്യമില്ല സൂര്യ. ഒരു കല്യാണം മുടങ്ങിപ്പോയെന്ന് കരുതി നിന്നെ അങ്ങനെ നാഥനില്ലാത്തവനാക്കാൻ പറ്റില്ലല്ലോ. പല്ലവിയെക്കാളും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തന്നെ നിനക്ക് വേണ്ടി ഞാൻ കണ്ടെത്തും. ഇപ്പൊ അനുഭവിച്ചൊന്നും പോരേ ചെയ്യ. നമ്മുടെ മോന്റെ കല്യാണത്തിന്റെ പേരില് നീ എത്ര ലക്ഷം രൂപ തൊലച്ചെന്നറിയോ? ഞാൻ കണക്ക് നോക്കിയിട്ടില്ല. എന്റെ കാശ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവാക്കും. എനിക്കാർക്കും കണക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലേ അമ്മ വെറുതെ ഇനി ആവശ്യമില്ലാത്ത കാര്യത്തിന് കാശ് ചെലവാക്കണ്ട. ആ കാശ് വല്ല ധർമാലയത്തിനും കൊണ്ടുപോയി കൊടുക്ക. അമ്മയ്ക്ക് പുണ്യമെങ്കിലും കിട്ടും. ഓ, എനിക്ക് പുണ്യം കിട്ടാൻ നിന്റെ ഉപദേശമൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്ത് തന്നെ പറയാം. ആവശ്യമില്ലാതെ, എന്റെ സമ്മതമില്ലാതെ ഇനി എനിക്ക് അമ്മ പെണ്ണ് നോക്കരുത്. ഒടുവിൽ അമ്മ നോക്കുന്ന പെണ്ണിന് വേണ്ടി ചെറുക്കനെ അമ്മ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ആ, അത് ഞാൻ നോക്കിക്കൊള്ളാം മോനെ. നിന്നെ എനിക്ക് ഇത്രയും കാലം വളർത്തി ഒരു കരയ്ക്ക് എത്തിക്കാമെങ്കിൽ നിന്നെ എങ്ങനെ നിലനിർത്തണമെന്നും എനിക്കറിയാം. മതി ജയ്, എന്തിനാ വെറുതെ നടക്കാത്ത കാര്യം പറഞ്ഞ അടിയുണ്ടാക്കുന്നേ? നീ ആവശ്യപ്പെട്ട പ്രകാരം എല്ലാ കാര്യത്തിനും സൂര്യൻ നിന്നോടൊപ്പം നിന്ന് നിർത്തണം. അവന് ഇഷ്ടമല്ലാഞ്ഞിട്ടും താലി കെട്ടുന്ന മുഹൂർത്തം വരെ നിന്നനുസരിക്കുകയും ചെയ്തു. എന്നിട്ട് സംഭവിച്ചതെന്താ? നീ കണ്ടുപിടിച്ച പെൺകുട്ടി തന്നെ സൂര്യയെ ചതിച്ചു.
നോക്കണ്ട. കല്യാണത്തിനെടുത്ത് ആ വീഡിയോ ഒന്ന് നീ കണ്ടു നോക്കിയാൽ മതി. പലരുടെയും പെർഫോമൻസ് നിനക്ക് നന്നായിട്ട് കാണാൻ പറ്റും. കതിർ മണ്ഡപത്തിൽ അവള് വന്നിരുന്ന നേരം മുതല് മോനെ അവള് നോക്കിക്കൊണ്ടിരുന്നേ. ഒടുവിൽ എല്ലാവരും ഇരുത്തിക്കൊണ്ട് പല്ലവി തന്നെയാ മോനിക്ക് മാലിട്ടെ. അവിടെ ചതി പറ്റിയത് ആർക്കാ? സൂര്യക്ക് തന്നെയാ. അത് മറക്കണ്ട നീ. ഇതൊക്കെ അമ്മയ്ക്കും അമ്മയുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നല്ലതുപോലെ അറിയാച്ച. പക്ഷേ ഇതൊന്നും സമ്മതിച്ചു തരാൻ അമ്മയ്ക്ക് പറ്റില്ല. സമ്മതിച്ചാൽ തോറ്റുപോയില്ലേ, അല്ലേ അമ്മേ? അതേടാ, അത് തന്നെയാ കാരണം. പല്ലവിയോട് ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷെ അതിന് പിന്നിൽ നല്ലതുപോലെ ചതി നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നിന്റെ കല്യാണം മുടക്കാൻ നീ അർജുനെയും പൂജയും വരുത്തിയത്. എടാ മോനെ, നിന്നേക്കാളും കുറെ ഓണം കൂടുതൽ ഉണ്ടവള് തന്നെയാ ഞാനും. അതുകൊണ്ട് ഇനി നിന്റെ ഒരു വേലയും എന്നോട് നടക്കില്ല. ഓ, എന്തായാലും കൂടുതൽ സംസാരിക്കാതിട്ട് നന്നായി. അല്ലെങ്കിൽ ഞാൻ 2 പൊട്ടിച്ചനെ നോക്കട്ടെ. അതൊന്നും വേണ്ടച്ച. അച്ഛൻ നോക്കിക്കോ. അമ്മ ഇനി മറ്റാരെ എനിക്ക് വേണ്ടി കണ്ടെത്തിക്കൊണ്ട് വന്നാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അവൻ എങ്ങോട്ടാ പോയത്? ഇതുവരെ അവനും ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് വന്നപ്പോഴും അവനെ കാണാതായത്. എങ്കിൽ അവനിവിടെ ഏതെങ്കിലും വീടിന്റെ കോമ്പൗണ്ടിൽ കയറി ഒളിച്ചിട്ടുണ്ടാവും. അമ്മ ചെയ്യുന്നതൊക്കെ ശരിയും ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റും. അത് തന്നെ ഞാൻ പറഞ്ഞേ. നിന്നെ അമ്മ പറയുന്നതൊക്കെ കുറെയൊക്കെ ഞാനും കേട്ടു. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാഞ്ഞേ. ഒന്നാമതേ സവതാമിനി ആകെ മൂടവിട്ട. അതിനിടയിൽ എന്തിനാ നമ്മളോട് വന്ന് രംഗം വഷളാക്കണമെന്ന് ചിന്തിച്ചു. അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല ചാ. അമ്മയ്ക്കിപ്പോഴും ഭാവനയെ എന്നിൽ നിന്ന് അകറ്റണം. ആ ഒരൊറ്റ ചിന്തയില് ഓരോ നിമിഷവും അമ്മ ജീവിക്കുന്നത്. അതേടാ, അങ്ങനെ തന്നെയാ ഞാൻ ജീവിക്കുന്നത്. പല്ലവിയെ മോനി കെട്ടിയെന്ന് കരുതി നീയും ഭാവനയും രക്ഷപ്പെട്ടൊന്നും വിചാരിക്കണ്ട. പല്ലവി അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് കയറി വരും. ആദ്യം ധ്രുവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ. എന്നിട്ട് എന്ത് വേണമെന്ന് ഞാൻ നോക്കിക്കോളാം. ഒരു പെൺകുട്ടിയുടെ ജീവിതം അമ്മയും അവളുടെ അച്ഛനമ്മമാരും കൂടി ഭദ്രമാക്കി കൊടുത്തു. ഇനി ആരാണെന്തോ അടുത്ത ഭാഗ്യവതി. ഡാ, നീ എന്നെ പരിഹസിച്ചതല്ലേ? അതേ അമ്മേ, പരിഹസിച്ചു തന്നെയാ. പല്ലവിയുടെ ജീവിതത്തിലേക്ക് മോനി ഭർത്താവായി കിട്ടിയത് അവളുടെ ഭാഗ്യം. അവൻ അത്രയ്ക്ക് നല്ലവനാ. അതുപോലെ ആവില്ല ഇനി നടക്കുന്നത്. ഓഹോ, അത് ശരി. അപ്പോ ഇനി ഇതുപോലൊക്കെ തന്നെ സംഭവിക്കുമെന്നാണ് നീ പറയുന്നത്? അതിൽ ഒരു സംശയം വേണ്ടമ്മേ. ഭാവനയല്ലാതെ മറ്റൊരു പെണ്ണിനെയും ഞാൻ താലിയിട്ടില്ല. അതിനിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും നടക്കാനും പോകുന്നില്ല. നമുക്ക് കാണാം. എന്തിനാ ജയ ഇത്ര വാശി? ഇനി എന്താ കാണാനിരിക്കുന്നേ? ഇപ്പൊ കണ്ടതൊക്കെ പോരെ? പെണ്ടൂരും പെട്ടാലെന്നൊരു ചൊല്ലുണ്ട്. അതാ അന്ന് മണ്ഡപത്തിൽ കണ്ടേ. നിന്റെയും ജാനകിയുടെയും ഒരു പ്ലാനും അവിടെ നടന്നില്ല. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്തതൊക്കെ അവിടെ നടക്കുകയും ചെയ്തു. എടാ മോനെ, ഇക്കണക്കിന് മോനിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ അവനെ പറഞ്ഞു വിട്ടിട്ട് നിന്റെ ഈ അമ്മ നിന്നെ കൊണ്ട് തന്നെ പല്ലവിയുടെ കഴുത്തിൽ ഒന്നുകൂടി താലിയിട്ടിച്ചേ. ഭാവനയോടുള്ള ദേഷ്യത്തിന് നിന്റെ അമ്മ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. ദേവേട്ടാ, വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. അങ്ങനെയുള്ള മണ്ടത്തരൊന്നും ഞാൻ ചെയ്യില്ല. ആകെയുള്ളൊരു മകന് ഏട്ടനും ഏട്ടത്തിക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവൻ ഭാവനയെ താലി കെട്ടിയ പിന്നെ എന്റെ അവസ്ഥയും ഏട്ടത്തി പോലെ തന്നെയാവും. ആണോ? കൊള്ളാലോ അമ്മയുടെ പുതിയ അടവ്. ഭാവന അത്രയ്ക്ക് മോശപ്പെട്ടവളാണല്ലേ? എന്നാ പിന്നെ ഞാൻ ആരെയും കല്യാണം കഴിക്കാതെ എന്നും അമ്മയ്ക്കൊപ്പം തന്നെ ജീവിക്കാം. എന്താ? അപ്പൊ പിന്നെ അമ്മ ഒറ്റപ്പെടില്ലല്ലോ. അമ്മ നോക്കണ്ട. ഇങ്ങനെയാണെങ്കിൽ ഒടുവിൽ പറഞ്ഞതേ നടക്കൂ. എന്റെ അമ്മയെ ഭാവനയെ ഞാൻ എന്നും എന്റെ ഒപ്പം കൂട്ടണമെന്ന് ആഗ്രഹിച്ചത് അവൾ എന്റെ നല്ലൊരു ഫ്രണ്ട് ആയതുകൊണ്ടാണ്.
അതിനിയും അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. പകരം എന്നും ഒരു ഫ്രണ്ടായി തന്നെ ഞാൻ അവളോടൊപ്പം കഴിഞ്ഞോളാം. എടാ മോനെ, നീ എന്തിനാ വെറുതെ നിന്റെ അമ്മയോട് വീണ്ടും വീണ്ടും ഈ കാര്യം പറയുന്നേ? ഒരു ജീവി കൂടി കേട്ട് മറ്റൊരു ജീവി കൂടി കളയാൻ വേണ്ടിയിട്ടാ. വിട്ടേക്ക്. നിന്റെ അമ്മ അവൾക്ക് ഇഷ്ടമുള്ള വഴി കൂടി പോയിക്കോട്ടെ. നമ്മളായിട്ടത് തടയാൻ പോകണ്ട. ഇപ്പൊ കിട്ടിയതുപോലെ തന്നെ ഇനിയും അനുഭവിക്കും, പഠിച്ചോളൂ. ഏപ്പട്ടെ, അമ്മ ഒരിക്കലും പഠിക്കില്ല സാർ. അമ്മ ഇപ്പോഴും ഭാവന അന്ന് കർണത്തടിച്ച അതേ സീനിലാ നിൽക്കുന്നത്. അതിന് അവള് മാപ്പ് പറഞ്ഞിട്ടും അമ്മയ്ക്കിപ്പോഴും പക തീർന്നിട്ടില്ല. പിന്നീട് അവളോട് അമ്മ കാണിച്ചതെല്ലാം വെറും നാട്യവും. നിന്നെ കൊണ്ട് പലവിയെ കെട്ടിക്കാനായിട്ട് എന്തൊക്കെ അടവുകളായിരുന്നു നിന്റെ അമ്മ എടുത്തത്. ഭാവനയെ ഒപ്പം കൂട്ടുക, എല്ലാ കാര്യങ്ങളും അവളെ ഏൽപ്പിക്കുക. ഓ, ഒടുക്കത്തെ ബുദ്ധിയായിരുന്നു. പക്ഷേ മോളിലിരിക്കുന്ന ആളുടെ ബുദ്ധിയും കണക്കൂട്ടലുകളൊക്കെ വേറെ ആയിരുന്നു, അല്ലേ ജയേ? പറഞ്ഞു, എത്ര വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കാണിച്ചു തരാം. ശരിക്കും നിന്റെ അമ്മ ഇപ്പോഴാ വെട്ടുപോയെ. എന്നാലും സൂക്ഷിച്ചോ, അടുത്ത വെടിക്കെട്ടിനുള്ള മരുന്നുമായിട്ട് ഉടനെ എത്തിക്കോളും. ആ, നീ ഒന്ന് നിന്റെ ജോലി നോക്ക്. ഇനിയെങ്കിലും ഇതുപോലൊരു മണ്ടത്തരം നീ കാണിക്കരുത് ഭാനു. അല്ലെങ്കിൽ തന്നെ പെട്ടെന്നൊരാള് ഫോൺ ചെയ്ത് ധ്രുവിനെ കുറിച്ച് സംസാരിക്കുമ്പോ നീ ചിന്തിക്കണായിരുന്നു ഇത് ട്രാപ്പ് ആവാനാണ് സാധ്യതയെന്ന്. പറ്റിപ്പോയ ചേച്ചി, ആ സമയത്ത് ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല. എങ്ങനെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്നേ ഞാൻ ആലോചിച്ചുള്ളൂ. മോളെ, പോലീസുകാരെന്ന് പറഞ്ഞ അതിബുദ്ധിയുള്ളവരാ. 4 ഭാഗത്തു നിന്നുള്ള പഴുതടച്ച് അവരൊരു കേസ് അന്വേഷണത്തിന് ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒന്നാമതേ, ആ എസ് ഇപ്പൊ സസ്പെൻഷനില്ല. അയാൾക്കിപ്പോ നമ്മളോട് തീർത്താ തീരാത്ത പകയും ദേഷ്യവും ഒക്കെ കാണും. അതുകൊണ്ട് നമ്മൾ ഇനി കൂടുതൽ സൂക്ഷിക്കണം. യൂണിഫോം ഇല്ലെങ്കിലും അയാൾ ഇപ്പോഴും നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. കാരണം ഇവിടെ ന്യായം അയാളുടെ ഭാഗത്താ. നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാ അയാളെ പെടുത്തിയത്. സത്യം പറഞ്ഞ ഞാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേച്ചി, എനിക്കിപ്പോഴും പേടി തന്നെ ചേച്ചി. ധ്രുവിന്റെ ബോഡി എപ്പോഴായാലും പുറത്തു വരും. ആ സമയത്ത് എല്ലാരും നമ്മളെ തന്നെ ആയിരിക്കും സംശയിക്കുന്നത്. വെല്ലിച്ചനും വെല്ലിയമ്മയൊക്കെ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഈ ഒരു സത്യം പുറത്തു വന്ന പിന്നെ എന്തൊക്കെയായിരിക്കും നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത് പോലും എനിക്ക് ആലോചിക്കാൻ വയ്യ ചേച്ചി. അതുകൊണ്ട് നീ എനിക്ക് സത്യം ചെയ്തു തരണം, ഇനി ഇതുപോലൊരു മണ്ടത്തരം നീ കാണിക്കില്ലാന്ന്. എന്താ, സത്യം ചെയ്യാൻ നിനക്ക് പറ്റുന്നില്ലേ? അതോ ഞാൻ ഇനി നിന്റെ കാലിൽ വീഴണോ? എങ്കിൽ ഞാൻ അതും ചെയ്യാം. ഭാവനെ, ചേച്ചി, എന്താ ചേച്ചി ഇത്? ഞാൻ ഇനി ഇങ്ങനൊന്നും ചെയ്യില്ലേ ചേച്ചി. എന്നോട് ക്ഷമിക്ക്. സത്യം ക്ഷമിക്ക് ചേച്ചി. എന്താ സേതോട്ടാ എന്തിനാ ഭാനുവിനെ ഇങ്ങനെ തല്ലിയത്? പിന്നെ ഞാനെന്ത് വേണം? പൂട്ട് പൂജിക്കണം. പരീക്ഷ നേരെ എഴുതാൻ പറ്റിയില്ലെന്ന് കരുതി ആത്മഹത്യയാണോ വേണ്ടത്? പരീക്ഷയ്ക്ക് തോറ്റുപോയതിന് മനം നൊന്ന ആത്മഹത്യ ചെയ്യുന്ന വിഡ്ഢികളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കുറെയൊക്കെ വായിച്ചിട്ടുണ്ട്. പരീക്ഷ നേരെ എഴുതാൻ പറ്റാത്തതിന് ആത്മഹത്യ ചെയ്യുന്ന ആദ്യമായിട്ട് കേൾക്കുക. നോക്ക് സേതോട്ടാ, ഇതൊക്കെ ആരും പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിന്റെ പുറത്ത് ചെയ്തു പോകുന്നതാ. ആ സമയത്ത് ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഭാനുവിനും അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാവും. ഇതിനെ അബദ്ധമൊന്നുമല്ല മായ പറയേണ്ടത്, അഹങ്കാരമെന്ന. ഒന്നുമില്ലെങ്കിൽ അവൾക്ക് ഭാവനയെ കുറിച്ചൊന്ന് ആലോചിച്ചൂടായിരുന്നു. എത്രമാത്രം കഷ്ടപ്പെട്ട ഭാവന അവളെ ഇതുവരെ കൊണ്ട് എത്തിച്ചതന്നെ. അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അവസാനിപ്പിക്കാൻ പോയത്. പോട്ടി സേതോട്ടാ, എണീക്ക്. സേതോട്ടം പോയി അവളെ ഒന്ന് സമാധാനിപ്പിക്കും. എനിക്കിപ്പോ സൗകര്യമില്ല. ഞാൻ തന്നെ എല്ലാത്തിനും ഇടം വെച്ച് കൊടുത്തതും.
തുടക്കത്തിൽ നല്ല പേടിപ്പിച്ച് വളർത്തണമായിരുന്നു. എനിക്ക് പിന്നെ ഒന്നും കാണിക്കത്തുമില്ല. അതെങ്ങനെ പലരുടെയും വിചാരം ആത്മഹത്യയാണ് എല്ലാത്തിനും ഒരു പരിഹാരമെന്ന. അപ്പൊ പിന്നെ സേതോട്ടൻ ആത്മഹത്യക്ക് ശ്രമിച്ചതോ? ഞാനന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഭരത്തിന്റെ ബർത്ത്ഡേയും സേതോട്ടന്റെ ഡെത്ത് ഡേയും ഒരു ദിവസമായിട്ട് മാറിയനെ. ആ രാജേന്ദ്രന് കാശ് കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരില് കെട്ടിത്തൂങ്ങാൻ പോയത് സേതോട്ടൻ മറന്നുപോയോ? സേതോട്ടൻ ചെയ്യാൻ പോയ തെറ്റാ ഭാനു ഇന്ന് ചെയ്യാൻ പോയത്. എന്നിട്ടോ അവള് ചെയ്തത് മാത്രം കുറ്റം. സേതോട്ടൻ, നന്ദുമോള് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ ഭാനു ആയിരുന്നു നമ്മുടെ മോള്. അവളായിരുന്നു ഇവിടെ എല്ലാവരുടെയും കണ്ണിലുണ്ട്. ആ അവളെയാ സേതോട്ട ഇപ്പൊ തല്ലിയത്. അവളൊരു പാവ സേതോട്ട. എല്ലാരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. സമയദോഷം കൊണ്ട് അവൾക്കൊരു തെറ്റുപറ്റി. അതങ്ങ് ക്ഷമിച്ചാ പോരെ സേതോട്ടന്? അവളാണെങ്കിൽ ഇന്നൊരു വക കഴിച്ചിട്ട് പോലുമില്ല. അതിന്റെ കൂടിയാ സേതോട്ടൻ അവളെ അടിച്ചത്. അല്ലെങ്കിൽ സേതോട്ടനെ തല്ലാനും ബഹളം വെക്കാനും അല്ലേ അറിയൂ, തലോടാൻ അറിയത്തില്ലല്ലോ. ഞാനവളെ തല്ലിയത് അവൾക്ക് വേദനിച്ചിട്ടുണ്ടാവോ മായ? പിന്നെ വേദനിക്കാതെ? ഈ മരം പോലത്തെ കൈകൊണ്ട് തല്ലിയ പിന്നെ വേദനിക്കില്ലേ സേതോട്ട? എനിക്കങ്ങനെ തോന്നിയത്. സേതോട്ട, ഇനി ഇതിന്റെ പേരിൽ സ്വന്തം ശരീരത്തെ ശിക്ഷിക്കണ്ട. നോക്ക്, എണീറ്റ് പോയി ഭാനുവിനെ ഒന്ന് സമാധാനിപ്പിക്കും. സേതുവേട്ടന്റെ സ്നേഹത്തോടുള്ളൊരു വാക്ക് മതി അവക്കെല്ലാം മറക്കാൻ. വാ സേതോട്ട, നമുക്ക് പോയി അവക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളത് കൂടി എടുത്തിട്ട് പോവാം. സേതോട്ടൻ തന്നെ വാരിക്കൊടുത്താൽ മതി. വാ, എണീക്ക്. വാ സേതോട്ട, വാ. സോറി മോളെ, ഈ ഏട്ടനോട് നീ ക്ഷമിക്ക്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ തല്ലിപ്പോയതാ. മോളെ, നീ ഏട്ടനോട് ക്ഷമിക്കടാ. നീ പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ പോയപ്പം ഈ ഏട്ടനാ പേടിച്ചുപോയി. നീ കരയാതടാ. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു പാപം ചെയ്തത്? സാരമില്ല ഏട്ടാ, ഞാൻ തെറ്റെയ്തുകൊണ്ടല്ലേ ചേട്ടൻ എന്നെ തല്ലിയത്. എന്നെ തല്ലാനുള്ള അവകാശം ഏട്ടനുണ്ടല്ലോ ഏട്ടാ. നല്ലോണം പരീക്ഷ എഴുതാൻ പറ്റിയില്ലെന്ന് കരുതി ഇതുപോലുള്ള പണ്ടത്രങ്ങൾ ആരെങ്കിലും കാണിക്കോ മോളെ? സോറി ഏട്ടാ, ഇനി ഞാൻ അങ്ങനൊന്നും കാണിക്കില്ല. എന്നോട് ക്ഷമിക്ക്. എനിക്ക് നീയും നന്ദുമോൾ ഒരുപോലെ അല്ലടാ. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ? നീ ആഹാരം എവിടെ കൊണ്ടുപോകുന്നു? ദിയ ഒരു മിനിറ്റ്. ദിയ അമ്മേ, അവൾക്ക് നല്ല നോട്ട്സ് കിട്ടിയില്ല, ഇപ്പൊ തന്നെ വേണോന്ന്. ഞാനൊന്ന് പോയി പറഞ്ഞു കൊടുക്കട്ടെ, അവൾ എഴുതിയെടുത്തോളൂ. അതിന് ആഹാരം എന്തിനാ? ഇത് കൊള്ളാം, എനിക്കൊന്നും കഴിക്കണ്ടേ? ഞാൻ റൂമിൽ നിന്ന് കഴിച്ചോളാം. ആ ദിയ, എന്നാലും ഇത് ശരിയല്ലല്ലോ.
ഭരതേട്ടാ, ഞാനാ. വാ. എന്താ പേടിച്ചു പോയോ? പിന്നെ പേടിക്കാതെ. അരുന്ധതി, ഇത് തീക്കളിയാട്ടോ. ആന്റിയോ മറ്റോ അറിഞ്ഞാ പിന്നെ പറയണ്ട. ആരും കാണില്ല, വേഗം കഴിക്കാൻ നോക്ക്. നീ ഇത് എടുത്തോണ്ട് പിന്നെ ആരും കണ്ടോ? കണ്ടു, പക്ഷെ ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലാണ് ഞാൻ എടുത്തോണ്ട് വന്നത്. ഇന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനാ യോഗം. ഇരിക്ക് ഭരതേട്ടാ, ഇരിക്ക് ഇരിക്ക. കഴിക്ക കഴിക്ക്. കഴിക്ക. ഞാൻ കഴിച്ചോളാം. ആന്റി, എനിക്കൊരു സംശയം. എന്ത് സംശയം? അരുന്ധതി എന്തിനാ രണ്ടാൾക്ക് കഴിക്കാനുള്ള ആഹാരമായിട്ട് മുറിയിലേക്ക് പോയത്? രണ്ടാൾക്ക് കഴിക്കാനുള്ള ആഹാരോ? അതെ ആന്റി. രാത്രിയിൽ ആന്റി എത്ര നിർബന്ധിച്ചാലും ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പോയി കിടക്കുന്നവളാ. പക്ഷേ ഇന്നെന്തിനാ അത്ര ആഹാരം എടുത്തോണ്ട് പോയത്? അവക്ക് വിശന്നിട്ടാവും. ആന്റി, ഇതിലെന്തോ പന്തികേടുണ്ട്. എന്ത് പന്തികേട്? ആന്റിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അരുന്ധതി മറ്റാർക്കോ വേണ്ടിയിട്ടാ ആഹാരം മുറിയിലേക്ക് കൊണ്ടുപോയത്. അതെ ആന്റി, അരുന്ധതിയുടെ മുറിയിൽ ആരും ഉണ്ടാവും. അങ്ങനൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആര് വരാനാ? എന്താ നീ? ഇപ്പൊ എനിക്ക് സംശയം തോന്നുന്നു. പക്ഷെ അവിടെ ആരും ഇല്ലെങ്കിലോ? അല്ലെങ്കിലേ എനിക്കിപ്പോ അവളെ ഭയങ്കര സംശയമാണെന്നാ പറയുന്നത്. എന്നാലും ഒന്ന് പോയി നോക്കുന്നതിൽ എന്താ ആന്റി തെറ്റ്? എന്നാ നീയും കൂടി വാ. അവൾ അങ്ങനെ എന്നെ പറ്റിക്കൊന്ന് നോക്കട്ടെ. നേരത്തെ നമ്മുടെ കോമ്പൗണ്ടിൽ ആരോ കടന്നിട്ടുണ്ട്. ഒരുത്തൻ എന്നെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം ആന്റി. നീ വാ. കഴിക്ക് ഭരതേട്ടാ, കഴിക്ക്. ഭരതേട്ട എന്നൊന്നും കഴിച്ച് കൂടില്ലെന്നാണ് തോന്നുന്നത്. വിശപ്പില്ലാത്തോണ്ടാ. വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമയത്തിന് എന്തെങ്കിലും കഴിക്കണം. കഴിക്ക്. കഴിക്ക. ആന്റി, ആന്റി കേട്ടില്ലേ? അവൾ ആരോടോ സംസാരിച്ചോണ്ടിരിക്കുക. കഴിക്ക് കഴിക്ക്. ദേ, വയറ് നിറച്ച് കഴിച്ചോളാം. അതിന് ഞാൻ ഇതെല്ലാം എടുത്തിട്ട് വന്നേ. അരുന്ധതി, വാതിൽ തുറക്ക്. അവിടെ ഇല്ല, അവിടെ ഇല്ല. അരുന്ധതി, എടി വാതിൽ തുറക്കാൻ. അവിടെ ഇല്ല ഭരതേട്ടാ, അവിടെ. അരുന്ധതി, അവിടെ പോ. തുറക്കാൻ. എടി വാതിൽ തുറക്കടി. അരുന്ധതി, എന്തെടുക്ക? എടി വാതിൽ തുറക്കാൻ. അരുന്ധതി, എന്താ അമ്മേ? നീ ആരോടാ സംസാരിച്ചേ? എന്താ അമ്മ ഇത്? ഞാൻ അമ്മയോട് പറഞ്ഞിട്ടല്ലേ വന്ന് ദിയക്ക് നോട്ട് പറഞ്ഞു കൊടുക്കാനുണ്ടെന്ന്.